ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മത്തി വറുത്തതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മൾ നേരെ ഇതേണ്ട മീൻ എടുത്തിട്ടുണ്ട്. മീൻ ആദ്യമേ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിൻ്റെ അകത്തോട്ട് മീൻ ഇട്ടിട്ട് അതിൻ്റെ ചെതുമ്പലും എല്ലാം അകത്തിരിക്കുന്ന എല്ലാം കളഞ്ഞെടുക്കണം. എടുക്കുന്നുണ്ടോ? കുറച്ച് ഉപ്പിട്ടണം. നമ്മളൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് അതിലേക്ക് ഉള്ള മീനെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ ഒന്ന് കഴുകിയെടുക്കും. നമ്മൾ മീൻ നന്നായിട്ടൊന്ന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടുക്കുകയാണ്. അതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ചെതുമ്പലും അതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാം നമുക്ക് പോകാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ. നമ്മൾ മീൻ വറക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുക, ഒരു 2-3-4 വരയെല്ലാം ഇട്ട്, കാരണം നമ്മൾ മുളക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരയിടുന്നത്. അപ്പം അങ്ങനെ ഇട്ട് നമ്മൾ നേരെ അതിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇങ്ങനെ വരയിട്ട മീനുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ മസാലക്കൂട്ട്, ഇതിന് ആവശ്യമായ മസാലക്കൂട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മുകളിലേക്ക് നമ്മൾ മസാലക്കൂട്ട് ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഉപ്പ് പൊടിയാണ് ഇട്ടടിക്കുന്നത്. നമ്മൾ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്യുകയാണ്. അതിലേക്ക് കുറച്ച് ഫിഷ് മസാല നമ്മൾ ആഡ് ചെയ്യുന്നു. അതിലേക്ക് ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നു. നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കുറച്ച് ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് ആ മസാലയെല്ലാം മീനെ പറ്റുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കാം. മസാല മുഴുവനും ആ മീനെ പറ്റണം, അതിന് നമുക്കതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. മീൻ വാട്ടാൻ വേണ്ടി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഓരോ മീൻ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എല്ലാം മാറ്റി ഇടണം, അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് കൂട്ട് പിടിക്കും. അടിപൊളി സ്വാദുള്ള മീനാണ് വരാൻ പോകുന്നത്. ഇതും കൂട്ടിന് ചോറുണ്ടാ, ടേസ്റ്റ് വേറെ ലെവലാണ്. സൈഡ് വെന്ത് കഴിയുമ്പോൾ ഓരോ സൈഡ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ മറച്ചിട്ട് കൊടുക്കണം, മറ്റേ സൈഡ് വേകാൻ വേണ്ടി. ഉണ്ടോ, ഓരോ സൈഡ് വേകുന്നതാണ്. ഇപ്പം നമ്മുടെ അടിപൊളി മത്തി ഫ്രൈ, ആ മത്തി വറുത്തത് ഇതാ റെഡി ആയിരിക്കുകയാണ്. ഇത് കൂട്ടി തന്നെ ചോറ് കൂട്ടി കഴിച്ചാണ്ടല്ലോ, വേറെ ലെവല്. അങ്ങനെ നമ്മുടെ മത്തി ഫ്രൈ അഥവാ മത്തി വറുത്ത് റെഡി ആയിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.